പ്രിയപ്പെട്ടവരെ, ജാതി ഒരു രാഷ്ട്രീയ ഘടകം എന്ന നിലയിൽ എന്ന വിഷയത്തെ അധികരിച്ചുള്ളൊരു സംഭാഷണമാണ് ഇവിടെ സമാരംഭിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ജാതി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട സാമൂഹിക അവസ്ഥയാണ്, സാമൂഹിക സ്ഥാപനമാണ്. ജാതിയുടെ സാന്നിധ്യം നമുക്ക് നാം ജീവിക്കുന്ന സമൂഹത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും ദൃശ്യവുമാണ്. ഒരുപക്ഷെ ജാതി കടന്നു വരാത്ത ഒരിടവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നതാണ് വാസ്തവം. ഈ ഒരു സമയത്താണ് ജാതി ഒരു രാഷ്ട്രീയ ഘടകം എന്ന വിഷയത്തിൽ നാം ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയം എന്നതിനെ കേവലമായ കക്ഷി രാഷ്ട്രീയമായിട്ടല്ല ഇവിടെ കാണാൻ ശ്രമിക്കുന്നത്. പകരം സാമൂഹിക അധികാരത്തെ നിർണയിക്കുന്ന, നിശ്ചയിക്കുന്ന ഒരുപാട് ഘടകങ്ങളിൽ ഉൾപ്പെട്ടതാണ് ജാതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച വളരെ പ്രസക്തമാവുകയാണ്. കേവലം തിരഞ്ഞെടുപ്പുകൾ കൊണ്ട് മാത്രം സാർത്ഥകമാകുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചല്ല നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മറ്റ് പല വിഷയങ്ങളോടൊപ്പം ജാതിയുടെ രൂപീകരണം, ജാതി ഉണ്ടായി വന്ന ചരിത്ര വഴികൾ, ജാതിയുടെ മാനിഫെസ്റ്റേഷൻസ്, പല രീതിയിൽ ജാതി എങ്ങനെ സമൂഹത്തിൽ വർക്ക് ചെയ്യുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം രാഷ്ട്രീയത്തിൽ കൂടി ജാതി എങ്ങനെ കടന്നു വരുന്നു എന്നത് നമ്മളിവിടെ ചർച്ച ചെയ്യും. ഇന്നത്തെ ചർച്ചയിൽ നമുക്ക് 2 പാനലിസ്റ്റുകളാണുള്ളത്. രണ്ടുപേരെയും പരിചയപ്പെടുത്തേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. എങ്കിൽ പോലും ഒരു മോഡറേറ്റർ എന്നുള്ള നിലയിൽ ഞാൻ നിർവഹിക്കേണ്ടുന്ന കടമ എന്ന നിലക്ക് മാത്രം ആദ്യമായി ശ്രീ സണ്ണി എം കബിക്കാട് ദളിത് ചിന്തകനാണ്, ആക്ടിവിസ്റ്റാണ്, നമുക്കൊക്കെ വളരെ സുപരിചിതനാണ്. അതോടൊപ്പം തന്നെ ശ്രീ എം സോമശേഖരൻ, അദ്ദേഹത്തിൻ്റെ നെക്സലേറ്റ് എന്നുള്ള രീതിയിലുള്ളൊരു ടാഗ് ലൈൻ വെച്ചുകൊണ്ടാണ് സോമായിട്ട് നമ്മൾ കാണാറുള്ളത്. ഇവിടുന്ന് അദ്ദേഹത്തെ അവതരിപ്പിക്കുമ്പോൾ കവിത എഴുതാറുണ്ട്, കഥ എഴുതാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇല്ല എന്നാണ് സോമായിട്ട് തന്നെ പറഞ്ഞത്. നമുക്ക് ആദ്യം ശ്രീ സണ്ണി എം കബിക്കാടിനോട് തന്നെ ചോദിക്കാം, എന്തുകൊണ്ട് നമ്മൾ ജാതി ചർച്ച ചെയ്യണം? എന്തുകൊണ്ടാണ് ജാതി ഒരു രാഷ്ട്രീയ ഘടകമായി നാം ചർച്ച ചെയ്യേണ്ടത്? ജാതി എന്തുകൊണ്ട് ഇന്ത്യക്കാർ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിലൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ സെൽഫിനെ നിർണ്ണയിക്കുന്ന, അവരുടെ ആന്തരികതയെ നിർണ്ണയിക്കുന്ന, അവരുടെ ഭാവനകളെ നിർണ്ണയിക്കുന്ന, അവരുടെ വികാര വിചാരങ്ങളെ നിർണ്ണയിക്കുന്നതിൽ അതീവ ഗൗരവമായി ഇടപെടുന്ന ഒരു സാമൂഹ്യ സ്ഥാപനമാണ് ജാതി. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കണമെങ്കിൽ, ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കണമെങ്കിൽ ജാതിയെക്കുറിച്ച് ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്യാതെ നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാത്തത് എന്ന് തന്നെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് പൊളിറ്റിക്സിൽ ജാതി എങ്ങനെ ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കേരളത്തിലാരും പറയില്ല, കണ്ടോ അവിടെ ജാതിയില്ലായിരുന്നു, ഈ സണ്ണിയെപ്പോലുള്ള ആൾക്കാരൊക്കെ കൂടി അവിടെയും ജാതി കൊണ്ടുവരുമെന്ന് ഇപ്പോൾ ആരും പറയില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അവിടെ ജാതി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു വെളിവ് നമ്മുടെ സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. അത് വെറുതെ ഉണ്ടായൊരു വെളിവല്ല, ജാതിയെക്കുറിച്ച് ചർച്ച ചെയ്ത് ഉണ്ടാക്കിയെടുത്ത വെളിവാണ്. അപ്പോൾ അതുകൊണ്ട് പണ്ട് സാഹിത്യത്തിൽ ജാതി പ്രവർത്തിക്കുന്ന പറയുന്ന ആൾക്കാർ ബോധം കെട്ട് വീഴുമായിരുന്നു. സാഹിത്യം എന്തോ ദൈവതുല്യമായ ഒരു സ്ഥലമാണെന്നും എഴുതുന്നവർ ദൈവമാണെന്നൊക്കെ കരുതിയിരുന്നൊരു കാലത്ത് അയ്യോ അവിടെയും ജാതി വലിച്ചുകൊണ്ട് വന്നിരിക്കുന്നു.
സമൂഹത്തെ തകർക്കുകയാണ് ജാതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വിചാരിച്ചൊരു കാലമുണ്ട്. ആ കാലം കഴിഞ്ഞു. അവിടെ നമ്മൾ ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ യഥാർത്ഥ മെക്കാനിസം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇലക്ട്രൽ പൊളിറ്റിക്സിലടക്കം പൊളിറ്റിക്കൽ സിസ്റ്റത്തിലടക്കം എങ്ങനെയാണ് കാസ്റ്റ് പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അത് തുറന്ന് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചർച്ച ചെയ്യാതിരിക്കുന്നത് ഇറ്റ് ഈസ് എ ക്രൈം, ഇറ്റ് ഈസ് എ സോഷ്യൽ ക്രൈം. ഇന്ത്യയിലെ വലിയ ഒരു വിഭാഗത്തോട് നമ്മൾ കാണിക്കുന്ന അനീതിയാണ് അത് തുറന്ന് ചർച്ച ചെയ്യാത്തത്. ജാതിയാൽ ബഹിഷ്കൃതരായ, ജാതിയാൽ ആക്രമിക്കപ്പെടുന്ന, ജാതിയാൽ ബലാത്സംഗം ചെയ്യപ്പെടുന്ന, ജാതിയാൽ കൊല ചെയ്യപ്പെടുന്ന വലിയ വിശാലമായൊരു ജനത്തോട് നമ്മൾ കാണിക്കുന്ന കുറ്റകൃത്യമാണ്, ഇന്ത്യൻ ഇൻ്റലിജൻഷ്യ കാണിക്കുന്നൊരു കുറ്റകൃത്യമാണ് കാസ്റ്റ് ചർച്ച ചെയ്യാതിരിക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കേരളം പോലൊരു സ്ഥലത്ത് ജാതി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്നെ വിളിക്കും. വേറെ ഒന്നും ചർച്ച ചെയ്യാൻ ഞാൻ യോഗ്യനല്ല എന്നവർ കരുതുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർക്ക് അങ്ങനെ കരുതാൻ അവകാശമുണ്ട്. പക്ഷേ ഞാനങ്ങനെ സ്വയം കരുതുന്നില്ല. എനിക്കതിൻ്റെ കാര്യമില്ല. ആരെങ്കിലും ദളിതരെ ആക്രമിച്ചാൽ ഉടനെ ചർച്ചയ്ക്ക് വിളിക്കും. ഈ പൊതുസമൂഹത്തിന് അഭിപ്രായം ഇല്ലേ ഇതിനകത്ത്? കേരളത്തിലെ നായന്മാർക്കും ബ്രാഹ്മണർക്കും ഒന്നും അഭിപ്രായം ഇല്ലേ ദളിതർ ആക്രമിക്കപ്പെട്ടത് മോശമായിപ്പോയെന്ന്? അവരെന്നെ തുറന്ന് പറയാത്തത്? ദാറ്റ് ഈസ് വാട്ട് ഈസ് കാസ്റ്റ്. ഞാനതാ പറയുന്നത്. അവിടെ തുറന്ന് ചർച്ച ചെയ്തേ പറ്റൂ. അതിൻ്റെ ധാർമ്മികതയിൽ ജീവിക്കുന്ന നമുക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്കതോ കുഴപ്പമുണ്ടെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഓക്കെ, തീർച്ചയായും ആ ഒരു സാമൂഹിക കുറ്റകൃത്യത്തിൽ നമ്മൾ പങ്കാളികളാകുന്നില്ല. ജാതിയെ സംബന്ധിച്ച്, അതിൻ്റെ വിവിധ മാനങ്ങളെ സംബന്ധിച്ച് നമ്മൾ എന്തായാലും ചർച്ച ചെയ്യുക തന്നെ ചെയ്യും എന്നതാണ്. 1984 തലയോലപ്പറമ്പിൽ വെച്ച് നടന്ന ജാതി വിരുദ്ധ മതേതര വേദിയുടെ ഒരു കൺവെൻഷനിൽ വെച്ച് ജാതി വ്യവസ്ഥ, ചരിത്ര സമീപനത്തിൻ്റെ പ്രസക്തിയും അത് ഉന്നയിക്കുന്ന പ്രശ്നങ്ങളും എന്ന ഒരു പ്രബന്ധം രചിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിശാലമായ അന്തരീക്ഷത്തിൽ ജാതിയെ സംബന്ധിച്ച് നിരീക്ഷണം അവതരിപ്പിച്ച വ്യക്തിയാണ് ശ്രീ എം സോമശേഖരൻ. സോമേട്ടനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇന്ത്യയിൽ ജാതി രൂപപ്പെട്ടു വന്ന ചരിത്ര വഴികൾ എന്തൊക്കെയായിരുന്നു എന്നതാണ്. അത് നമുക്കിങ്ങനൊരു ചർച്ചയിലൂടെ മാത്രം ചർച്ച ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നില്ല. തീർക്കാവുന്നൊരു വിഷയമല്ല അത്. വളരെ സങ്കീർണമായൊരു വിഷയമാണ് അത്. ഇപ്പോഴും ചരിത്രകാരന്മാർക്കിടയിൽ തന്നെ കൃത്യമായൊരു അവസാന നിലപാടൊന്നും അതിലെത്തിക്കഴിഞ്ഞു എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. പ്രധാനപ്പെട്ട പ്രശ്നം ഏറ്റവും അടുത്ത് കിട്ടിയിട്ടുള്ള ഞാൻ നോക്കിയിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ട് സാധാരണ പറയാറ് വേദങ്ങളിൽ നിന്നൊക്കെയാണ് തുടങ്ങിയെന്ന് പറയും. വേദങ്ങളിൽ യഥാർത്ഥത്തിൽ പുരുഷ സൂക്തം എന്നൊരു ഇതുണ്ട്, സൂക്തമുണ്ട്. ആ സൂക്തത്തിലാണ് ഈ ബ്രാഹ്മണരും ക്ഷത്രിയനൊക്കെ ഈ വിരാട് പുരുഷൻ്റെ ഊരുക്കളിൽ നിന്നുണ്ടായി എന്നുള്ള ഒരു കഥ അവതരിപ്പിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് ഋഗ്വേദത്തിലോ വേദങ്ങളിലോ ഒന്നും തന്നെ 3 വിഭാഗങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ബ്രാഹ്മണനല്ല ഇതിനെക്കുറിച്ച്, രാജന്യ ക്ഷത്രിയരെക്കുറിച്ച്, വൈശ്യരെക്കുറിച്ച്. വൈശ്യർ എന്ന ആ പേരിലല്ല, എന്നാൽ ഈ 3 വിഭാഗങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഈ നമ്മളെ ഇവിടെ പണ്ട് പാഞ്ഞാളിൽ അതിരാത്രം നടത്തിയൊരു ഇയാളില്ലേ, അയാളുടെ ഏറ്റവും പുതിയ പുസ്തകത്തിൽ ഗംഭീരമായിട്ടുള്ളൊരു പഠനമാണത്. ആ പഠനത്തിൽ പറയുന്ന കാര്യം, ഈ പുരുഷ സൂക്തത്തിലാണ് ആദ്യമായി ശൂദ്രം എന്നുള്ള വാക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ആദ്യവും അവസാനവും അതിനുശേഷം വേറെ ഒരു സ്ഥലത്തും വേദത്തിലില്ല. അതുകൊണ്ട് തന്നെ അത് പിൽക്കാലത്തുള്ള ഒരു കൂടിച്ചേർക്കലായിരിക്കാം എന്നാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കറിയാവുന്ന കാര്യം, ബുദ്ധനൊക്കെ വരുന്നവർ ഇത് ബ്രാഹ്മണങ്ങളുടെ കാലം, ഈ AD BC 1000 കൂടി ചേർന്നുള്ള കാലത്താവണം ഇതൊക്കെ ഉണ്ടാവുന്നത്. പിന്നീട് ബ്രാഹ്മണങ്ങളുടെ കാലം വരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബുദ്ധൻ്റെയോ കാലാകുമ്പോഴേക്കും ജാതി ആവുന്നുണ്ട്, ജാതി വ്യവസ്ഥ രൂപം കൊള്ളുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ജാതി എന്ന് പറയുമ്പോൾ ഇതിനൊരു കുഴപ്പമുണ്ട്. ഈ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ജാതിയല്ല, അതേപടി ജാതിയല്ല. അതൊരു റോമള താപ്പറൊക്കെ പറഞ്ഞ ഒരു തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് മാത്രമാണ് ജാതിയുടെ. യഥാർത്ഥ ജാതി എന്ന് പറയുന്നത് കൊസാംബിയൊക്കെ പറഞ്ഞ പോലെ എവിടെയൊക്കെയോ രൂപം കൊണ്ട ഈ ഇന്ത്യയുടെ ഏതോ ഭാഗത്ത്, ചില ഗംഗാറ്റിക് സമുദ്രത്തിലാവാം, രൂപം കൊണ്ട ഈ വിഭജനം പിന്നീട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആയിരക്കണക്കിന് ട്രൈബുകൾ, ഗോത്രങ്ങളെ ഇതിലേക്ക് ലയിപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ലയിപ്പിച്ചെടുക്കുന്നവർക്ക് ഒരു പട്ടം കൊടുക്കണം, വേറെ ഏതെങ്കിലും ജാതി കൊടുക്കണം. അവർക്ക് ജാതികൾ കൊടുത്തായിരിക്കണം പിന്നീട് എന്ത് ചെയ്യുന്ന ഈ ഗോത്രത്തിനൊരു പ്രശ്നമുണ്ടല്ലോ, ഗോത്ര ടാബുമൊക്കെ ഇല്ലേ, വിലക്കുകളൊക്കെ ഇല്ലേ, രക്തശുദ്ധിയും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാൻ പാടില്ല. ഈ ഗോത്ര ടാബുകളൊക്കെ ചേർന്നിട്ടായിരിക്കണം ഇതിൽ ജാതി ഇതാവുന്നത്.
പക്ഷേ എന്തായാലും നമുക്ക് പറയാവുന്ന കാര്യം, ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ജാതിയൊന്നും വളരെ പ്രാചീന കാലത്തെയൊന്നും ശക്തിപ്പെട്ടിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ ഇന്ന് കാണുന്ന ജാതിയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു 15-ാം നൂറ്റാണ്ടോട് കൂടി എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ജാതിയുണ്ട്. ജാതി നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന രൂപത്തിൽ ശക്തിപ്പെടുന്നത് ഒരു 15-ാം നൂറ്റാണ്ടോട് കൂടിയൊക്കെ ആവുന്നുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഇന്ത്യയിൽ പല സ്ഥലത്തും നമ്മൾ ഇന്ന് കാണുന്ന തരത്തിൽ ജാതി ശക്തിപ്പെടുന്നത് വളരെ കഴിഞ്ഞിട്ടാണ്. ഗുപ്തകാലത്തിനൊക്കെ ശേഷമാണ് ജാതി ഇന്ന് കാണുന്ന രീതിയിലുള്ള ശക്തിയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ജാതിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത് കൃത്യം എങ്ങനെയെന്ന് ഒരു സ്ഥലത്തും പിന്നെ കൃത്യമായി നമുക്ക് ഖണ്ഡിതമായിട്ട് പറയാൻ പറ്റില്ല. ഒരു കാര്യം പറയാം, ജാതി ഉണ്ടാകുന്ന 2 ഘടകങ്ങൾ ഒന്നിച്ചേർന്നാണ്. ലോകത്തിലെ എല്ലാ സ്ഥലത്തും തൊഴിൽ വിഭജനം ഉണ്ടായിട്ടുണ്ട്. തൊഴിൽ വിഭജനം, ഈ തൊഴിൽ വിഭജനം കൊണ്ട് മാത്രം ജാതി ഉണ്ടാവില്ല, ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയിലത് കുലത്തൊഴിൽ എന്നാണ് പറയുക. തൊഴിൽ ഏതെങ്കിലും പ്രത്യേക ഗോത്രത്തിൻ്റെ കുലത്തിൻ്റെ ആയിട്ട് നിങ്ങൾ അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ പരമ്പരാഗതമായിട്ട് ഒരു കുലം മാത്രമേ തൊഴിൽ ചെയ്തു വരിക. അപ്പോൾ ഈ തൊഴിൽ വിഭജനമാണ് ജാതി എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രശ്നം കുലത്തൊഴിൽ, കുലമാണ് അതിൽ ഒരു അടിത്തറ. നമ്മുടെ ഈ വിവാഹ ബന്ധങ്ങളൊക്കെ അടങ്ങുന്ന കുലത്തൊഴിൽ എന്ന സങ്കല്പത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നിന്ന് കാണുന്ന ജാതി ഉണ്ടാകുന്നത്. അതിന് വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട്, അനുഷ്ഠാന ശ്രേണി ഒരുപാടുണ്ട്. അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ചർച്ച വേറെ എവിടെയെങ്കിലും എത്തും. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലെ ജാതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജൻ ഗുരുക്കൾ പോലുള്ള ചരിത്രകാരന്മാർ പറയുന്നത് ക്ഷേത്ര കേന്ദ്രിതമായൊരു സമൂഹത്തിൽ നിന്നുമാണ് ജാതി ഉണ്ടായത് എന്നുള്ളതാണ്. എനിക്ക് തന്നെ ഒരിക്കൽ അദ്ദേഹത്തോട് കുറച്ചൊരു വിവാദ സ്വഭാവത്തിൽ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ലഭിച്ചിരുന്ന ആളുകൾ വളരെ പരിമിതമായിരുന്നു. മഹാഭൂരിപക്ഷം ജനങ്ങൾ ക്ഷേത്രത്തിന് പുറത്താണ്. അപ്പോൾ എങ്ങനെയാണ് ക്ഷേത്ര കേന്ദ്രിതമായിട്ടാണ് ജാതി ഉണ്ടായി വന്നത് എന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുക? സണ്ണി മാഷ് എങ്ങനെയാണ് അതിനോട് ഒരു പ്രതികരിക്കുന്നത്? അത് ഈ കേരളത്തിലെ മാർക്സിസ്റ്റ് മെത്തഡോളജി പിൻപറ്റുന്ന ചിന്തകർ ചെന്നപ്പെടുന്ന ഒരു ചതിക്കുഴിയാണതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മെത്തഡോളജിക്ക് ഇതിൻ്റെ ഒരു മെക്കാനിസം മനസ്സിലാവത്തില്ല, പിടികിട്ടത്തില്ല. ഇപ്പോൾ എം പറഞ്ഞതുപോലെ കാസ്റ്റിനെ ഈ തൊഴിൽ കൂട്ടമായി കാണുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകുന്നത് തന്നെ ഈ മെത്തഡോളജിയിൽ നിന്നുണ്ടാകുന്നൊരു കാര്യമാണ്. ഗുരുക്കൾക്ക് എന്നാ പറ്റിയെന്നുള്ളത് ഗുരുക്കളോട് ചോദിക്കണം. എനിക്കതിനെക്കുറിച്ച് അഭിപ്രായമൊന്നുമില്ല. കാരണം ഇത്രയും കാലം പഠിച്ചിട്ടും കേരളത്തിലൊരു അടിമയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ. അയാളെക്കുറിച്ച് എനിക്ക് ആ ചരിത്രകാരൻ എന്നുള്ള നല്ല വലിയ മതിപ്പും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആ കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല. മാർക്സിസ്റ്റ് മെത്തഡോളജി ഉപയോഗിക്കുന്നവർ കേരളീയ സമൂഹത്തെ പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായൊരു കാര്യം, കാസ്റ്റിനെ ഒറ്റപ്പെട്ട ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നൊക്കെ കാണുന്നു. ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്, ജാതി എന്നതില്ല, ജാതികളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ജാതികൾ തമ്മിലുള്ള പരസ്പര ബന്ധമാണ് ജാതിയെ സാധ്യമാക്കുന്ന കാര്യം. അതൊരു കീഴ്മേൽ ബന്ധമാണ്, ഗ്രേഡഡ് ഇനിക്വാളിറ്റിയാണ്. ഇതാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. ലോകത്തെല്ലാ സ്ഥലത്തും സമൂഹം വിഭജിതമാണ്. പക്ഷേ ജാതിക്കകത്ത് സമൂഹം വിഭജിതം മാത്രമല്ല, അത് മേൽക്കീഴ് അടുക്കി വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അടുക്കി വെച്ച സ്ഥലത്ത് ജീവിക്കുന്ന നമുക്ക് ഏറ്റവും മുകളിലെന്ന് കരുതുന്നവൻ ഏറ്റവും പ്രാപ്തിയുള്ളവനും ഏറ്റവും നല്ലവനും ഗുണവാനുമാണെന്ന് നമുക്ക് തോന്നും. ആ തോന്നലാണ് ബ്രാഹ്മണൻ എല്ലാം തികഞ്ഞവനാണ് നമുക്ക് തോന്നുന്നതിൻ്റെ കാര്യം. അതാ കീഴാളനെന്ന് പറയുന്ന ദളിത് വിഭാഗത്തെ കാണുമ്പം അവൻ കൊള്ളിയാലായിരിക്കും നമുക്കൊരു മുൻവിധി വരും. ഈ മുൻവിധി ഉണ്ടാകുന്ന വ്യക്തിപരമായ കുറ്റം കൊണ്ടതല്ല, ഈ ഗ്രേഡഡ് ഇനിക്വാളിറ്റി എത്തിക്സിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ബ്രാഹ്മണൻ കരയുമ്പോൾ നമ്മൾ കൂടെ കരയും, ദളിതം കരയുമ്പോൾ അവൻ കരയട്ടെ നമ്മൾ വിചാരിക്കും, കുഴപ്പമൊന്നുമില്ലെന്ന്. ഇത് നമ്മുടെ വിചാരങ്ങളെപ്പോലും നിയന്ത്രിക്കുന്നൊരു ഹൈറാർക്കിക്കൽ ഘടനയാണ് കാസ്റ്റ് എന്ന് മനസ്സിലാക്കുന്നതിൽ കേരളത്തിലെ മാർക്സിസ്റ്റ് മെത്തഡോളജി ഉപയോഗിച്ചവർ പരാജയപ്പെട്ടു. പക്ഷേ അതിനേക്കാൾ സങ്കടകരമായൊരു കാര്യം, മാർക്സിസ്റ്റ് മെത്തഡോളജി അനുസരിച്ച് ചരിത്രത്തിൻ്റെ വികാസം ഉൽപ്പാദന ശക്തികളുടെയും ഉൽപ്പാദന ബന്ധങ്ങളുടെയും പൊളിച്ചെഴുത്തിലൂടെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ കേരളത്തിലെ ചരിത്രം പറയുമ്പോൾ ഉൽപ്പാദന ബന്ധവുമില്ല, ഉൽപ്പാദന ശക്തികളുമില്ല. മണ്ണിൽ കുനിഞ്ഞ് ഒരു പുല്ല് പറിക്കാതെ ബ്രാഹ്മണനാണ് കേരള ചരിത്രം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. തീർച്ചയാണ് ഇത് കേരള ചരിത്രരചനയിൽ പുതിയ രീതിയിലുള്ള ഇടപെടലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ബ്രാഹ്മണ കേന്ദ്രിതമായിട്ടുള്ള സമൂഹത്തിനെതിരായിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള ചരിത്രപരമായ ഇടപെടലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ മറ്റൊരു ചോദ്യം ശ്രീ എം സോമേശ്വരനോട് ചോദിക്കാനുള്ളത്, ഇപ്പം നമുക്കറിയാലോ ദളിതരെയും പിന്നോക്ക വിഭാഗക്കാരെയും ഒക്കെ തന്നെ അവശരും ആലംബഹീനരും ആർത്തന്മാരുമായിട്ടൊക്കെ കാണുന്ന ഒരു രീതിയുണ്ട്. അവിടെയാണ് ഒരു പക്ഷേ
SNDP പോലെയുള്ള സംഘടനകളെ, ഒരു പരിധിവരെ KPMS പോലുള്ള സംഘടനകളെ ഹൈന്ദവ ഫാസിസ്റ്റുകളായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ കൂടെ കൂട്ടി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഈ ഒരു വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഒന്ന്, ജാതിയോട് നിങ്ങളുടെ എത്തിക്കൽ ഒരു ധാർമ്മിക സമീപനം വെച്ചൊന്നും ജാതിയെ നിങ്ങൾക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. ജാതിയോട് ധാർമ്മികതയുടെ പ്രശ്നവും കരുണേൻ്റെയും കാരുണ്യത്തിൻ്റെ ഒന്നും പ്രശ്നമല്ല. നേരത്തെ സന്ധ്യേൻ്റെ പറഞ്ഞ പോലെ നമ്മുടെ ഉൽപ്പാദന പ്രവർത്തനം ഇപ്പോൾ ഈ ലോകം മുഴുവൻ ഈ വർഗ്ഗവിഭജനവും ആളുകൾ അടിച്ചമർത്തലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ യൂറോപ്പിൽ ചെന്നാൽ അടിമത്തം ഒരു പക്ഷേ നമ്മൾ ഇവിടുത്തെ ജാതിയേക്കാൾ നിഷ്ഠൂരമായിരുന്നു, ഗ്രീക്കോ റോമൻ അടിമത്തം. പക്ഷേ ഇന്നിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഗ്രീക്കോ റോമൻ അടിമത്തത്തിലെ അടിമകളുടെ പിന്മുറ ആരാണ്, അന്നത്തെ പ്ലാറ്റോൻ്റെ പിന്മുറ ആരാണെന്നൊന്നും കണ്ടെത്താൻ പറ്റില്ല. ചിലപ്പോൾ ജനിതക പഠനത്തിന് അപൂർവം കണ്ടെത്താൻ പറ്റിയിരിക്കും, പക്ഷേ ചരിത്രത്തിൽ സമൂഹത്തിലെ കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ ഇന്ത്യയിലൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അവർ നൂറുകണക്കിനോ ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് പൊലേരായി ജനിച്ചവർ ഇന്നും പൊലേരാണ്. ഈ നമ്മളീ പറയുന്ന ഈ കാലഘട്ടം മുഴുവൻ ഇപ്പോഴും അത്. അതുകൊണ്ട് ചരിത്രത്തിൽ നിങ്ങൾക്ക് വസ്തുനിഷ്ഠമായ വിലയിരുത്തുക പോലും എളുപ്പമല്ല. എന്ന് പറഞ്ഞാൽ ഇന്നും ജാതി നൂറുകണക്കിന് വർഷങ്ങളായിട്ട് ഒരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കുകയാണ്. ഇതാണ് ഈ യൂറോപ്പിൽ നിന്നൊക്കെയുള്ള വ്യത്യാസം. വർഗ്ഗ സമൂഹം എന്നൊക്കെ പറയുന്ന വ്യത്യാസമാണ്. അവിടെയൊക്കെ അതൊക്കെ മാറി വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ മാറിയിട്ടേ ഇല്ല. എന്ന് പറഞ്ഞാൽ ജാതിക്ക് ചലനമില്ല, മാറ്റമില്ല എന്നല്ല, പക്ഷേ അടിസ്ഥാനപരമായ ജാതിയുടെ ഘടന അങ്ങനെ തന്നെ തുടർന്ന് നിലനിൽക്കുകയാണ്. അതൊരു ജാതി ഒരു മനോഭാവത്തിൻ്റെ വിഷയമല്ല, ഏറ്റവും ആദ്യമായിട്ട് മാറ്റേണ്ട കാര്യമാണ്. ഇപ്പം ഞാൻ ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളിപ്പോൾ കേരളത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. പ്രത്യക്ഷത്തിൽ കേരളത്തിൽ അങ്ങനെ ജാതി ഉണ്ട് കേട്ടോ, അത് വേറെ വിഷയം, നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷേ നിങ്ങൾ കേരളത്തിന് പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ കുമാരനാശാൻ്റെ കവിത വായിച്ചില്ലേ, ഗ്രാമത്തിന് പുറത്ത് അങ്ങ് വസിക്കുന്ന ചാമർ നായകൻ. ഈ ചാമർ ഇപ്പോഴും പുറത്ത് തന്നെയാണ്, ഗ്രാമത്തിൽ കയറിയിട്ടില്ല. ഇന്ത്യയിൽ കേരളത്തിന് പുറത്ത് ചെന്നാൽ ചാമർ നായകൻ എന്ന് പറഞ്ഞ ഇത് ദളിത് ജാതി ഇപ്പം ഗ്രാമത്തിന് പുറത്താണ്. ഗ്രാമത്തിനകത്ത് അവർക്ക് പ്രവേശനമില്ല. നിങ്ങൾ തമിഴ്നാട്ടിലൊക്കെ ഈ വാളിൻ്റെയൊക്കെ ഈ ജാതി വാളിൻ്റെയൊക്കെ ഇത് കേട്ടില്ലേ, ഇത് മതിലിൻ്റെയൊക്കെ. ഇനി ഗ്രാമത്തിനകത്ത് എന്നാൽ നിങ്ങൾ വിചാരിക്കും അവിടെ ഒന്നാണ്. നാടുകയല്ല. അവിടെ കായസ്ഥന് ഒരു ഏരിയ, അയ്യർക്ക് വേറൊരു ഏരിയ, ബോയർക്ക് വേറൊരു ഏരിയ, ഓരോ ജാതിക്കും സെപ്പറേറ്റ് ആവാസഘടന. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോഴും ഒരു സിവിൽ സമൂഹം, വ്യക്തി അധിഷ്ഠിതമായ ഒരു സിവിൽ സമൂഹമായിട്ട് മാറിയിട്ടില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ റിയാലിറ്റി, നേരത്തെ സണ്ണിയോട് ചോദിച്ചില്ലേ എന്തുകൊണ്ട് ജാതി ചർച്ച ചെയ്യുന്നു ചോദിച്ചില്ലേ, ഏറ്റവും വലിയ റിയാലിറ്റി ജാതിയാണ്. ബൃഹത് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ജാതിയാണ്. ജാതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മറ്റെന്തുള്ളൂ. അതാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വരുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇല്ലേ, ആയിരക്കണക്കിന് ജാതികളുണ്ട് ഇവിടെ. ഈ ആയിരക്കണക്കിന് ജാതികളെ നിങ്ങളെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ചതുരംഗ പലകയിൽ വെച്ച പോലെ, പേരൊന്നും പറയണ്ട, പാർട്ടിയുടെ പേരും പറയണ്ട, അവരിങ്ങനെ ചതുരംഗ പലകയിൽ വെച്ച പോലെ വെച്ചിട്ട് അങ്ങോട്ട് നീക്കുക ഇങ്ങോട്ട് നീക്കുക, ഓരോ ജാതിയും തമ്മിലുള്ള ബന്ധഘടനകളെ എന്താ പൈസ കൊടുത്തും അല്ലാതെ ആനുകൂല്യങ്ങൾ കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചും തർക്കം ഉണ്ടാക്കിയിട്ട് ആ കളിയാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രമുഖമായിരിക്കുന്നത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് നല്ല മനോഹരമായ പേരുമുണ്ട്. അപ്പോൾ ജാതി ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഇന്നത്തെ ബൃഹത് യാഥാർത്ഥ്യമാണ്, ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. അതിൽ ജാതി മാറുക എന്ന് പറഞ്ഞാൽ വെറും നമ്മൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോടെ മാത്രം മാറുന്നൊരു കാര്യമല്ലത്. അത് ഒരു 5 കൊല്ലം കൊണ്ട് അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. എത്രയോ കാലം എടുത്തുകൊണ്ടുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങളിലൂടെ മാത്രം മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. ഈ 5 കൊല്ലത്തെ കണക്ക് വെച്ച് നിങ്ങൾ ജാതിയെ നേരിട്ടാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം ഇവരൊക്കെ ഇത് ഉപയോഗിക്കുന്നത്, ഇപ്പം ഈ SNDPന് ഉപയോഗിക്കുന്നോ NSSന് ഉപയോഗിക്കുന്നൊക്കെ പറയുന്നത് 4 കോളേജ് കൊടുത്താലോ അല്ലെങ്കിൽ റിസർവേഷനിൽ ഒരു 2% കൂട്ടിക്കൊടുത്താലോ എനിക്ക് ഓരോ ജാതിനെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കാം. അങ്ങനെയാണ് ഇപ്പം നിങ്ങൾ കേൾക്കുന്നില്ലേ ഉത്തരേന്ത്യൻ കേരളത്തിന് പുറത്തൊക്കെ ഉണ്ടാകുന്ന ആ കളി കളിച്ചാണ് ഈ മനുഷ്യരെ ചതുരംഗപ്പലകല പോലെ വെച്ചിട്ട് ഈ ആയിരക്കണക്കിന് ജാതികളെ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിച്ചും പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ യോജിപ്പിച്ചും തല്ലിയടിപ്പിച്ചുമാണ് ഇന്നത്തെ രാഷ്ട്രീയം നടക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിലെ ഏറ്റവും അടിസ്ഥാന ഘടകം ഇപ്പം ജാതി തന്നെയാണ്. ജാതി തന്നെ ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്താൽ എനിക്ക് ഇന്ന് രാഷ്ട്രീയം ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പറ്റൂ, ചർച്ച ചെയ്യാൻ പറ്റൂ. കേരളത്തിൽ പക്ഷേ പ്രത്യക്ഷത്തിൽ അങ്ങനെ കാണില്ല, പക്ഷേ പരോക്ഷമായിട്ട് കേരളത്തിലും ജാതിയൊക്കെ തന്നെയാണ്. നമുക്ക് പിന്നെ വേറെ ചർച്ച ചെയ്യാം. ശരി, ഞാൻ ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പണിയെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനൊക്കെ ക്യാമ്പസിനകത്ത് കാണുന്നത് പൊതുവെ ക്ലാസ്സുകൾക്കകത്ത് തന്നെ ഒരു ചെറിയ ക്ലിക്കുകൾ രൂപപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പ്രത്യക്ഷത്തിൽ നോക്കുന്ന സമയത്ത് ഈ സംവരണത്തിൻ്റെ ആനുകൂല്യം വന്ന് പറ്റിയിട്ടുള്ള ആളുകൾ എന്ന രൂപത്തിലൊരു പരാമർശം പൊതുവെ കാണാറുണ്ട്. അത് എനിക്ക് തോന്നുന്നൊരു കാര്യം, എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു രൂപീകരണം ക്യാമ്പസുകൾക്കകത്ത് ഉണ്ടാവുന്നത്? അത് ഏതെങ്കിലും പൊതുവേ ഈ അക്കാദമിഷ്യൻസ് തന്നെ ചർച്ച ചെയ്യുന്നത് ഏതോ ഒരു തരത്തിലൊരു സബ്മിസീവ്നെസ് അവർക്കുണ്ട്, ഒരു അസർട്ടീവ് തലത്തിലേക്ക് അവർ ഉയർന്നു വരുന്നില്ല എന്നൊക്കെയുള്ളതാണ്. സണ്ണി സർ എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്? ഈ കാസ്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാസ്റ്റിനെ കാണുന്നത് ഈ കീഴാള സമൂഹങ്ങളുടെ എന്തോ ഒരു ദാരിദ്ര്യത്തിൻ്റെയും പിന്നോക്കാവസ്ഥയുടെയും കാര്യമായിട്ടല്ല. ഇന്ത്യൻ ബ്രാഹ്മണൻ്റെ തന്നെ ആത്മവത്തയെ നിർണയിക്കുന്ന
കാര്യമാണ് കാസ്റ്റ്. ഇന്ത്യയിൽ ജാതിയെ ഏറ്റവും തീവ്ര രൂപത്തിലും അനുഷ്ഠാന രൂപത്തിലും ആന്തരവൽക്കരിച്ച ഒരേയൊരു വിഭാഗം ഇന്ത്യൻ ബ്രാഹ്മണരാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കത് തെളിയിക്കാൻ പറ്റും. ആണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അത്രയൊന്നും വേറെ ഒരു ജാതിക്കും ഇല്ല. അവരാണത് തീവ്രമായി ആന്തരവൽക്കരിച്ചിരിക്കുന്നത്. പക്ഷെ അവർ കാസ്റ്റ് എന്ന് പറയല. എൻ്റെ അച്ഛനും അമ്മയും പഴയ ആൾക്കാരാണല്ലോ, അവർ വെജിറ്റേറിയൻ ആണെന്നൊക്കെ പറഞ്ഞു കളയും. ജാതിയായി പറയുന്നതൊക്കെ. കുക്കിന് വേണം, എന്നാൽ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന കുക്കിനെ അവർ അന്വേഷിക്കില്ല. ബ്രാഹ്മണന് വേണമെന്ന് അവർ പറയത്തുള്ളൂ. നമ്മളോ, ബാക്കിയുള്ള ജാതികളോ, മിക്കവാറും പേര് നല്ല കുക്കിനെ അന്വേഷിക്കും. അവർ സ്വീകരിക്കുകയും ചെയ്യും, അവർക്ക് പ്രശ്നമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കാസ്റ്റാണ് നമ്മളുടെ ഈ സാമൂഹ്യ രാഷ്ട്രീയ ഭാവനകളെ നിർണ്ണയിക്കുന്നതിൽ കാസ്റ്റിന് വലിയ പങ്കുണ്ട്. അപ്പോൾ അതിനകത്ത് ജീവിക്കുന്നതുകൊണ്ട് നമ്മൾ ആധുനിക പൗരന്മാരല്ല. പൗരബോധമെന്നത് നമുക്കില്ല. നമ്മളൊരു ആധുനിക ദേശരാഷ്ട്രത്തിൽ ജീവിക്കുകയും സമൂഹത്തിലെ അസമാനതകളെ പരിഹരിക്കാൻ രാഷ്ട്രം മുന്നോട്ട് വെച്ച പദ്ധതികളെ പൗരന്മാരെന്ന നിലക്കല്ല നമ്മൾ സ്വീകരിക്കുന്നത്. പൗരന്മാരെന്ന നിലക്കാണ് സ്വീകരിക്കുന്നെങ്കിൽ ബഹിഷ്കൃത ജനവിഭാഗങ്ങളെ കൂട്ടിച്ചേർക്കുന്ന സംവരണത്തിനെതിരെ നമ്മൾ സംസാരിക്കില്ല. ബഹിഷ്കൃത വിഭാഗങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഭരണഘടനാ പദ്ധതിയാണ് സംവരണം. അതല്ലാതെ ആർക്കെങ്കിലും കൊടുക്കുന്ന 5-6 ജോലിയുടെ കാര്യമേ അല്ല. ഈ സംവരണത്തിനെതിരെ ഇത്രമേൽ വാളെടുക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത് നമ്മൾ ജാതിയിൽ ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അതിൻ്റെ ബേസിക്കായ പോയിൻ്റ്. രണ്ടാമതൊരു കാര്യം, സ്വത്ത്, അധികാരം, പദവി ഇത് നിഷേധിക്കപ്പെട്ട വിഭാഗങ്ങളാണ് നൂറ്റാണ്ടുകളോളം. അവരതിലേക്ക് കടന്നെത്തിയാൽ കാണിക്കുന്ന അസഹിഷ്ണുത ജാതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മൾ പൗരന്മാരല്ല, അതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ പൗരന്മാരായി വളർന്നിട്ടില്ല. നമ്മളിപ്പോഴും ജാതിയാണ് നമ്മുടെ ചിന്തയെ, ഭാവനയെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് സംവരണ വിരുദ്ധമായ വലിയൊരു അന്തരീക്ഷം ക്യാമ്പസിനുള്ളിൽ രൂപം കൊള്ളുകയും കാസ്റ്റ് പല രൂപത്തിൽ ഈ കോൺഗ്രിഗേഷനായിട്ട് അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ എവിടെ പ്രഭാഷണത്തിന് പോയാലും ഏറ്റവും അവസാനം എന്നോടൊരു ചോദ്യമുണ്ട്, സാറേ ഈ സംവരണം ശരിയാണോ? അപ്പം അത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്താ, അവൻ പൗരനാണ്, ചോദിക്കില്ല എന്ന് ആത്മാർത്ഥമായി വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ആരെങ്കിലും ചെയ്തെടുത്തൊരു കാര്യമല്ല. ആധുനിക രാഷ്ട്രത്തിന് ആ രാഷ്ട്രത്തിലെ മുഴുവൻ മനുഷ്യരെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ചിലരെ ഉൾക്കൊള്ളാൻ സമൂഹം സമ്മതിക്കില്ല. അതിനാണ് സനാതനധർമ്മം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ പറഞ്ഞല്ലോ. ഇവിടെ മാത്രം സംഗതി മാറാതാണ്. ഈ മാറാത്തതിനെയാണ് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കാസ്റ്റ്. അത് നമ്മൾ മനസ്സിലാക്കണം. വേറെ കാര്യമൊന്നുമില്ല അതിനകത്ത്. അപ്പോൾ ഈ പറയുന്ന സ്വത്തും അധികാരവും പദവിയും നേടരുത് എന്ന് സമൂഹം കൽപ്പിച്ച വിഭാഗങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന ഒരവസരം തുറന്നു കൊടുക്കുക ചെയ്യുന്നത്. അധികാരത്തിലേക്ക് വരാൻ, കളക്ടറാകാൻ ഒക്കെ. അതിനോടുള്ള അസഹിഷ്ണുത കാസ്റ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പൗരൻ്റെ എതിർപ്പല്ല. പൗരൻ്റെ എതിർപ്പാണെങ്കിൽ നമ്മൾ സമ്മതിക്കണം. പൗരൻ്റെ എതിർപ്പാണ് നമ്മൾ ചർച്ച ചെയ്യണം. ഇത് ജാതികളുടെ എതിർപ്പാണ്. ഞാൻ അവസാനിപ്പിക്കുക ഒരു കാര്യം ഞാൻ പറയാം. വളരെ ലളിതമായൊരു സംഗതിയാണ്. ഇപ്പം ഞാൻ വളരെ അലസമായി ഡ്രസ്സൊക്കെ ധരിച്ച് ഈ തെരുവിൽ നിന്ന് കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ അഭിപ്രായം എന്തായിരിക്കും? അയാൾക്കിതൊരു ജോലിയുള്ളതല്ലേ, അയാൾക്ക് വിദ്യാഭ്യാസം, അയാൾക്ക് നല്ല പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് നിൽക്കത്തില്ലേ എന്ന് ചോദിക്കും. പക്ഷേ ഒരു ബ്രാഹ്മണനാണ് അങ്ങനെ നിൽക്കുന്നെങ്കിലോ, അവൻ ഇത്രയും ജോലി ഉണ്ടെങ്കിലും അവൻ ഭയങ്കര ലളിതമായി ജീവിക്കുന്നത് കേട്ടോ എന്ന് പറയും. അപ്പോൾ എൻ്റെ ലാളിത്യം പോലും നിങ്ങൾ പരിഹസിക്കുക ചെയ്യുന്നു. ഇതാണ് കാസ്റ്റ്, ഇതാണ് ജാതി. ഇത് ഞാൻ പറയുമ്പോൾ ഞാനാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജാതിവാദിയായിട്ട് മാറുന്നത്. എന്തൊരു ദുരന്തമാണെന്ന് ആലോചിക്കും. സത്യമായിട്ട് ഇത് ഒരു ജാതി എങ്ങനെ മൂലധനമായിട്ട് മാറുന്നതിലൂടെ പ്രശ്നമാണെന്ന് വിചാരിക്കുന്നു. തന്നെയുമല്ല, നമ്മുടെ സമൂഹത്തിലെ പൗരബോധത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. ഇത് രണ്ടും കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ ജാതി ഒരു മൂലധനമായി പ്രവർത്തിക്കുന്നതും അവിടെ നമ്മുടെ പൗരബോധമില്ലാത്തതും ആയിട്ടുള്ള പ്രശ്നത്തെ സോമശേഖരൻ എങ്ങനെയാണ് കാണുന്നത്? ഇതിൽ ഇപ്പോൾ സംവരണമായിട്ട് ബന്ധപ്പെട്ട് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ആരുടെ ആനുകൂല്യം, സംഘി പറഞ്ഞ ആരുടെയും ഔദാര്യമൊന്നുമല്ല. അതിനാണ് ഈ ജാതി സെൻസസ് എന്നൊക്കെ പറയുന്ന കാര്യം. ഇവിടുത്തെ ഈഴവരത്തിൻ്റെ ജനസംഖ്യ എത്രയുണ്ട്, കൊലയുടെ ദളിതരുടെ ജനസംഖ്യ എത്രയുണ്ട്, ആ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് അവർ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംവരണം പോകും. അവർക്ക് ജോലി കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് സംവരണം. അല്ലാതെ ആരെങ്കിലും മുകളിൽ നിന്ന് ഏകപക്ഷീയമായിട്ടങ്ങ് തീരുമാനിച്ചല്ലത്.
ഇപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ സെൻസസ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന കാര്യം, ഓരോ ജാതിക്കും ഈ ഉയർന്ന ഇവിടുത്തെ കേരളത്തിലാണെങ്കിൽ നായരും നമ്പൂരിയും കഴിഞ്ഞുള്ള മിക്ക ജാതികൾക്കും അവരുടെ ജാതിയിലെ ബലത്തിനനുസരിച്ചുള്ള എന്ത് കിട്ടുന്നില്ല, ജോലി കിട്ടുന്നില്ല, ജോലി ഉണ്ടാവുന്നില്ല. അത് കൊടുത്തിരിക്കാൻ ഒരു തുല്യതയെക്കുറിച്ച് നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്ന ഒരു ഭരണഘടന ബാധ്യസ്ഥമാണ്. അപ്പോൾ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്, ആരുടെയും ഔദാര്യമൊന്നും അല്ലത്. അത് അങ്ങനെ മനസ്സിലാക്കണമെന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജാതി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു ദേശം എന്ന് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യ, ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഗ്രാമത്തിലും ഓരോ ജാതിക്കും ഓരോ പ്രത്യേക താമസ സ്ഥലമാണ്. അങ്ങോട്ട് കടന്നാൽ ചിലപ്പോൾ ഉണ്ടല്ലോ ഈ ചാമറ ഗ്രാമത്തിനകത്ത് എന്നാൽ വെട്ടിക്കൊല്ലും. പാകിസ്ഥാനിൽ പോയാൽ ഇത്ര അപകടം ഉണ്ടാവില്ല. ഒരു ദളിതൻ ഈ അയ്യരുടെ ഇതിനകത്ത് കടന്നാൽ ചിലപ്പോൾ കൊല്ലും. പാകിസ്ഥാനിൽ കുറച്ചുകൂടി സുരക്ഷിതമായിട്ട് കിടക്കാൻ പറ്റും. പ്രത്യക്ഷത്തിൽ വളരെ മനോഹരമാണ് ഇന്ത്യ. പക്ഷേ യഥാർത്ഥ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ ഇത്ര കഠിനമായിട്ടുള്ള കഠോരമായിട്ടുള്ള ജാതീയമായ വിലക്കുകളുണ്ട്. അപ്പോൾ ഈ യാഥാർത്ഥ്യത്തിനെ അഡ്രസ്സ് ചെയ്യുന്നതിനുള്ള ഭരണഘടനയുടെ ഒരു മാർഗം, ഉപാധി എന്ന നിലയിലാണ് ചെയ്യുന്നത്. എല്ലാ കാലം ഉണ്ടാകേണ്ട കാര്യമല്ല, അതൊരു എല്ലാവരും വളർന്നോടൊരു മാറേണ്ടതാണെന്ന്. അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം പൗരബോധം. ഇപ്പോൾ യൂറോപ്പിൽ, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, യൂറോപ്പിൽ പൗരബോധം ഉണ്ടാകും. ഇപ്പം നമ്മൾ ജാതി ഒരു രാഷ്ട്രീയ ഘടകം എന്ന് പറയുന്നതിൽ പോലും ചെറിയ പ്രശ്നമുണ്ട്. അതായത് യൂറോപ്പിൽ രാഷ്ട്രീയവും തത്വചിന്തയും സാമൂഹ്യശാസ്ത്രമൊക്കെ ഉണ്ടാകുന്ന നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ടാണ്. നവോത്ഥാനത്തിന് അതിനു മുമ്പ് എല്ലാം ഒന്നായിരുന്നു, തിയോക്രസിയുടെ ഭാഗമായിരുന്നു. എല്ലാം അത് രാഷ്ട്രീയം വേറെയാവുന്നു, സോഷ്യോളജി വേറെയാവുന്നു, സാമ്പത്തിക ശാസ്ത്രം വേറെയാവുന്നു, ചരിത്രം വേറെയാവുന്നൊക്കെ ഒരു പ്രത്യേക ഈ നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്ന കാലത്താണ്. ഈ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ വെറും ചിന്തയിലുണ്ടായ മാറ്റം മാത്രമല്ല, സമൂഹത്തിലുണ്ടായ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് എന്തുണ്ടാകുന്നത്. സമൂഹത്തിൽ ഈ പിരിവുകൾ ഉണ്ടായപ്പോഴാണ് അക്കാഡമിക് ഇതിനകത്തും ഇത്തരം പിരിവുകളൊക്കെ ഉണ്ടാകുന്നത്. ഈ പൊളിറ്റിക്സും സോഷ്യോളജിയൊക്കെ മാറി മാറി വരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ സമൂഹം ഇപ്പോഴും മിഡിൽ ഏജസിൽ നിൽക്കുക. നേരത്തെ പറഞ്ഞില്ലേ, ഇല്ലെന്ന് പുറപ്പെടുകയും ചെയ്ത് അമ്മാത്തോട്ട് എത്തിയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോഴും മിഡിൽ ഏജിലാണ് നിൽക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും മിഡിൽ ഏജസിലാണ്, മധ്യകാലികമാണ്. ആ മധ്യകാലികമായ യാഥാർത്ഥ്യത്തിൽ നിന്ന് എന്താ പറയുക, സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തിക്ക് പ്രാധാന്യം കിട്ടുന്ന ഒരു സമൂഹമാണ്. നിങ്ങൾ ചാൾസ് ഡിക്കൻസിൻ്റെ ഒക്കെ നോവൽ വായിച്ചാൽ അതിനകത്ത് പൗരി എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കാം. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ സഹാബ എന്ന് വിളിക്കുന്ന പോലെ പൗരൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് പ്രാധാന്യം കിട്ടുന്ന, വ്യക്തിയെ അംഗീകരിക്കുന്ന ഒരു സമൂഹമാണത്. മറ്റ് ഈ മിഡിൽ ഏജസിൽ വ്യക്തിയില്ല. നിങ്ങൾ പ്രഭു കുടുംബത്തിൽ ജനിച്ചോ, അല്ലെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചോ, പൊലേനായി ജനിച്ചോ, നായരായി ജനിച്ചോ, നമ്പൂരിയായി ജനിച്ചോ എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത്. അല്ലാത്ത വ്യക്തിത്വം നിങ്ങൾക്കില്ല. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വ്യക്തി കേന്ദ്രിതമായിട്ടുള്ള പൗരസമൂഹം, സിവിൽ സൊസൈറ്റി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. ആ സിവിൽ സൊസൈറ്റി രൂപീകരണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊക്കെ ചർച്ച ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റൂ. അതാണ് ഏറ്റവും പ്രധാന ഘടകം. രാഷ്ട്രീയത്തിലെ ജാതിയാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. കാരണം തെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ കേരളം പോലെ അങ്ങേയറ്റം പുരോഗമനപരമെന്ന് നമ്മൾ പറയുന്ന സമൂഹങ്ങളിൽ പോലും ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ പങ്കാളിത്തം വളരെ ചെറുതാണ്, കുറവാണെന്ന് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ ഇതര ഭാഗങ്ങളിൽ നിന്ന് വിഭിന്നമായി ഏത് തരത്തിലുള്ള വോട്ട് വിതരണമാണ് കേരളത്തിൽ ദളിത് ആദിവാസി അല്ലെങ്കിൽ ദളിത് പിന്നോക്ക വിഭാഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? സണ്ണി സാർ ഒന്ന്. ജാതിയും ഇലക്ട്രൽ പൊളിറ്റിക്സും എന്ന വിഷയമാണ് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. അതിലാദ്യം തന്നെ നമ്മൾ പറയുന്ന ഈ രാഷ്ട്ര ശരീരത്തിനകത്ത് വ്യത്യസ്ത വിഭാഗങ്ങൾ എങ്ങനെയാണ് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ആ വിന്യാസം നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ നമുക്ക് മനസ്സിലായി കാസ്റ്റ് ഹൈറാർക്കി അതുപോലെ തന്നെയാണ് രാഷ്ട്ര ശരീരത്തിൽ വിന്യസിച്ചിരിക്കുന്നത്. ഏറ്റവും ഉന്നതമായ ജോലിയും ക്രൂഷ്യലായ ജോലിയും കേരളത്തിലെ ഒരു സമുദായ നേതാവ് പറഞ്ഞൊരു താക്കോൽ സ്ഥാനങ്ങളുമൊക്കെ ഈ കാസ്റ്റിലെ ഹയർ വിഭാഗങ്ങൾ കൈയടക്കി വെക്കുകയും ഓഫീസിലെ തൂപ്പുകാരും കക്കൂസ് കഴുകുന്നവരും ഏറ്റവും ലോവർ തൊഴിലുകളിൽ ബഹുഭൂരിപക്ഷവും കീഴ്ജാതി സമൂഹങ്ങളായിരിക്കുകയും ചെയ്യുന്ന കാസ്റ്റ് ഹൈറാർക്കിയുടെ പതിപ്പാണ് നമ്മുടെ രാഷ്ട്രത്തിലുള്ളത്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ മുഴുവൻ സ്റ്റാഫും ബ്രാഹ്മണരാണ്. എവിടെ നിന്ന് വന്നത്? ആരെങ്കിലും ചോദിച്ചോ? നിങ്ങളെന്താ ഈ വൃത്തികേട് കാണിക്കുന്നത് ചോദിച്ചില്ലല്ലോ. നമ്മൾ വലിയ പൗരാവകാശമൊക്കെ പറയും. ഇതിലൊരു അസ്വാഭാവികത ഉണ്ടെന്ന് പോലും നമുക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം അവരെല്ലാം പ്രഗത്ഭരാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. പൊട്ടന്മാർ അവർക്കിടയിലും ഉണ്ടെന്നേ, നമുക്കിടയിലുള്ള പോലെ പൊട്ടന്മാർ അവർക്കിടയിലും ഉണ്ട്. അപ്പോൾ ഇത് കാസ്റ്റിൻ്റെ നമ്മുടെ രാഷ്ട്ര ശരീരത്തെ അവർ പൂർണ്ണമായും കൈയടക്കി. കേരളം 1956 ഇന്ന് വരെ ഒരു ചീഫ് സെക്രട്ടറി ദളിതർക്കിടയൊന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ IAS-കാരില്ലേ? പ്രഗത്ഭമതികളായ ആരും ഇല്ലേ? എന്താണ് ഇടപാട്? അപ്പോൾ ജാതി നമ്മളുടെ രാഷ്ട്ര ശരീരത്തിൽ കൃത്യമായി പ്രവർത്തിക്കുന്നുള്ളതിന് തെളിവാണ് ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്.
രണ്ടാമതൊരു കാര്യം ഇലക്ട്രൽ പൊളിറ്റിക്സാണ്. ഇലക്ട്രൽ പൊളിറ്റിക്സിൽ കാസ്റ്റ് പൊളിറ്റിക്സ് എന്നുള്ള വാക്ക് എന്നാ ഉണ്ടായത്? നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? 47 കാസ്റ്റ് പൊളിറ്റിക്സ് എന്നുള്ള വാക്ക് ഇല്ല. 50-ലും ഇല്ല, 60-ലും ഇല്ല, 70-ലും ഇല്ല, 80-ലാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ദളിതരും പിന്നോക്കക്കാരും രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി പരിശ്രമിച്ചപ്പോഴാണ് അതീവ ബുദ്ധിമാന്മാരായിട്ടുള്ള സവർണ ഇൻ്റലക്ച്വൽസ് കാസ്റ്റ് പൊളിറ്റിക്സ് എന്നുള്ള വാക്ക് കോയിൻ ചെയ്യുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇവിടെ പശുവിനെ പിടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞ് പശു ഇറച്ചി തിന്നെന്നും പറഞ്ഞ് ആൾക്കാർ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുന്നവരെ കൗ വിജിലൻ്റ് എന്ന് വിളിക്കുന്ന ബുദ്ധിമാന്മാരാണ് അവർ. കൊലയാളി സംഘത്തെ കൗ വിജിലൻ്റ് എന്നാണ് വിളിക്കുക. ദളിതർ അധികാരം ചോദിക്കുമ്പോൾ കാസ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുക. നമ്മുടെ ഇൻ്റലിജൻഷ്യ അക്ഷരാർത്ഥത്തിൽ ബ്രാഹ്മണാധിപത്യത്തെ സേവിക്കുന്നവരാണെന്നുള്ള തെളിവാണ്. ഈ കാസ്റ്റ് സംഭവം നമ്മുടെ പൊളിറ്റിക്സിൽ എങ്ങനെയാണ് ഇടപെടുന്നത്? വളരെ പെട്ടെന്ന് നിർത്തിക്കോളാം. രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഈ ഇലക്ട്രൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നു, ജനങ്ങൾ വോട്ട്, അങ്ങനെയൊന്നുമല്ല. കാസ്റ്റ് അല്ല പൊളിറ്റിക്സിൽ ഇടപെടുന്നത്, കാസ്റ്റ് ഹൈറാർക്കിയാണ് ഇടപെടുന്നത്. കാസ്റ്റ് ഹൈറാർക്കിയാണ് പൊളിറ്റിക്സിൽ ഇടപെടുന്നത്. അതായത് ഉന്നത കുലജാതരെന്ന് വിചാരിക്കുന്നവർക്ക് കിട്ടുന്ന രാഷ്ട്രീയ പിന്തുണ ഈ കാസ്റ്റ് ഹൈറാർക്കിയിൽ നിന്ന് രൂപപ്പെടുന്ന അധികാര വിധേയ ബന്ധങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ട് ഇന്ത്യക്കകത്തൊരു ഓളിഗാർക്കിയാണ് പൊളിറ്റിക്കലി നിലനിൽക്കുന്നത്, ഒരിക്കലും ജനാധിപത്യമല്ല. ഏറ്റവും ഉന്നത കുലജാതരായിട്ടുള്ളവരുടെ ചില പിളർപ്പുകളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭരണ പ്രതിപക്ഷ വാദമായി നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. അവർക്ക് തമ്മിലാണ്. അതിനകത്തേക്ക് റീപ്ലേസ് ചെയ്യാൻ എന്നെ പറ്റില്ല, എനിക്ക് പറ്റില്ല. കാരണം എന്നെ അവർ സ്വീകരിക്കില്ല, ആരും സ്വീകരിക്കില്ല. കാരണം എൻ്റെ ഐഡൻറ്റിറ്റി അവർക്കൊട്ടും താങ്ങാൻ പറ്റില്ല. ആ ദളിതൻ അങ്ങനെ ഇന്ത്യ ഭരിക്കണമെന്ന് അവർ പറയും. ഇപ്പം കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ഞാൻ എത്ര ആൾക്കാരെ സംഘടിപ്പിച്ചാലും എന്നെ മുഖ്യമന്ത്രിയാക്കില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റും. ഞങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വ്യക്തികളെന്ന നിലക്ക്. പക്ഷേ അയാൾ കിട്ടുന്ന പിന്തുണ എവിടെ നിന്നാണ് വരുന്നത്? ഫ്രം വെയർ? കാസ്റ്റാണത്, ജാതി കാസ്റ്റ് ഹൈറാർക്കിയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഈ പറയുന്ന കാസ്റ്റ് അല്ല ഇടപെടുന്നത്. കേരളത്തിലൊരു മിത്തുണ്ട്, ആ മണ്ഡലത്തിൽ ഇന്ന ജാതിയാണ് കൂടുതൽ. എല്ലാം 90% നുണയാണ്, 90% നുണയാണ്. ഇനി നല്ല ഉറപ്പുണ്ടാകാൻ കോട്ടയം ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞാൽ ഞാൻ കോട്ടയംകാരല്ല, ചുമ്മാ പറയുന്നു, വെറുതെ പറയുന്ന. അവിടുത്തെ ദളിതരുടെയും പിന്നോക്കക്കാരുടെയും ഇതര ജാതികളുടെയും എണ്ണ എടുത്താൽ ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമാണ് കോട്ടയത്ത്. പക്ഷേ ക്രിസ്ത്യാനികൾ അവർക്കങ്ങ് കൊടുത്തേക്കുക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദളിത് കോളനിയുള്ളൊരു സ്ഥലമാണ് പാല സുറിയാനി ക്രിസ്ത്യാനികളത്. ഒരു മിത്താണ്, അതൊരു വലിയ കള്ളക്കഥയാണത്. റാന്നി മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് ദളിതർക്കാണ്, അത് സുറിയാനി ക്രിസ്ത്യാനി. എന്നിട്ട് പറയണത് അത് ക്രിസ്ത്യാനിയുടെ മണ്ഡലമാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ക്രിസ്ത്യാനിയുടെ മണ്ഡലവും നായരുടെ മണ്ഡലവും വേണമെങ്കിൽ ഈഴവരുടെ മണ്ഡലവും മുസ്ലിങ്ങളുടെ മണ്ഡലവും വരും. ദളിതർക്ക് കേരളത്തിൽ മണ്ഡലമേ ഇല്ല. അതെന്താ? അതാണ് ഞാൻ പറഞ്ഞത്, കാസ്റ്റ് അല്ല, കാസ്റ്റ് ഹൈറാർക്കിയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനെ പൊളിക്കാൻ നമുക്ക് എന്ത് മാർഗമുണ്ട്? പൊളിറ്റിക്കൽ കക്ഷികൾ ഈ വിഷയം മനസ്സിലാക്കണം. ഇതിൻ്റെ ഒരു പ്രധാന പ്രോബ്ലം ഇലക്ട്രൽ പൊളിറ്റിക്സിനകത്ത് സമ്പത്തും സ്വാധീനവും കളക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വിഭാഗത്തിന് മാത്രമേ വോട്ട് സമാഹരിക്കാൻ പറ്റൂ. ആണ് അതിൻ്റെ കാര്യം. ഇവർ പുറമ്പോക്കിലായാണ്, ഇവർക്കൊരിക്കലും ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിലൊന്നും സമ്പത്ത് സമാഹരിച്ച് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ ഈ ഇവിടെയുള്ള വിഭവങ്ങളുടെ മേലുള്ള പങ്കാണ് അധികാരത്തെ നിർണ്ണയിക്കുന്ന ഒരു കാര്യം. അല്ലാതെ വെറുതെ മാന്യന്മാരങ്ങ് ഭരിക്കുകയല്ല, മാന്യന്മാരങ്ങ് ജയിക്കുകയല്ല. വിഭവങ്ങളുടെ മേലുള്ള ആക്സസ്സാണ് പ്രധാനം, സോഷ്യൽ ആക്സസ്സാണ് പ്രധാനം. ഞങ്ങൾക്ക് സോഷ്യൽ ആക്സസ് ഇല്ല, ദളിതർക്ക് സോഷ്യൽ ആക്സസ് ഇല്ലാത്തത്, ആദിവാസികൾക്ക് സോഷ്യൽ ആക്സസ് ഇല്ലാത്തത് അവർ കാസ്റ്റ് ഫോൾഡിനകത്ത് ഏറ്റവും കീഴ്ത്തട്ടാണെന്ന് കരുതുന്നതുകൊണ്ടാണ്. ഞങ്ങളാരും മോശക്കാരായതുകൊണ്ടാണെന്ന് ഞാൻ എന്തായാലും വിചാരിക്കുന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും മോശക്കാരാണെന്ന് ഞാൻ എന്തായാലും വിചാരിക്കുന്നില്ല. മറ്റുള്ള ജാതികളിലുള്ള പോലെ തന്നെ വളരെ പ്രഗത്ഭരായ മനുഷ്യർ എൻ്റെ സമുദായത്തിലുണ്ടെന്ന് ഞാൻ ആത്മാർത്ഥമായി വിചാരിക്കും. ഒരാൾ പോലും പരിഗണിക്കപ്പെടില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ടാക്കരുത്. ഒരു കാര്യം കൂടി, ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ ഒരു ഘടന അതാണ്. അതുകൊണ്ട് ഈ പറയുന്ന കാസ്റ്റ് അല്ല ഇടപെടുന്നത്, ഈ കാസ്റ്റ് ഹൈറാർക്കിയാണ് നോർത്ത് ഇന്ത്യ വെല്ലുവിളിച്ചത്. പിന്നോക്കക്കാരും ദളിതരും ന്യൂനപക്ഷങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് ഈ കാസ്റ്റ് ഹൈറാർക്കിയെ വെല്ലുവിളിച്ചത്. അന്നാണ് കാസ്റ്റ് പൊളിറ്റിക്സ് എന്നുള്ള വാക്ക് കോയിൻ ചെയ്തുകൊണ്ട് ഇവരെ മുഴുവൻ ഡീമോറലൈസ് ചെയ്ത് ഇവരെല്ലാം കൊള്ളക്കാരും അഴിമതിക്കാരും പ്രശ്നക്കാരും ആണെന്ന് വരുത്തി തീർത്ത് അവരെ മുഴുവനും ഡിസ്മാൻഡിൽ ചെയ്യുന്ന വലിയൊരു ഡിസ്കോഴ്സ്, പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ്
നാഷണലി രൂപപ്പെട്ടു. കേരളത്തിൻ്റെ കാര്യം പറയാതെ ഇത്രമേൽ ജാതി ഒളിപ്പിച്ചു വച്ച വേറൊരു സ്ഥലവും ഇന്ത്യക്കകത്തില്ല എന്ന് ഞാൻ പറയും. ജാതി ഒളിപ്പിച്ചു വെച്ച് കളിക്കുന്ന ഒരു സ്ഥലം കേരളത്തിൽ. ഇവിടെ പറഞ്ഞു അവിടെ പല ജാതികൾക്ക് പല സ്ഥലമാണ്. കേരളത്തിൽ 30,000 ദളിത് കോളനികളുണ്ടെന്നേ. നിങ്ങളാരെങ്കിലും ദളിത് കോളനി പോയിട്ടുണ്ടോ? എത്ര പേര് പോയിട്ടുണ്ട്? അവരെവിടെ എങ്ങനെ ജീവിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുള്ളൂ? അവരാരും ദരിദ്രരായിട്ടല്ലേ ജീവിക്കുന്നത്. നമ്മളൊക്കെ ജീവിക്കുന്ന പോലെ ടി വിയും ഫ്രിഡ്ജും ബൈക്കും ഒക്കെ ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഇമാജിനേഷനകത്ത് കോളനിക്കാർ മോശക്കാരാണെന്നാണ്. അവർ കള്ളുകുടിയന്മാരും പെണ്ണുപിടിയന്മാരും വ്യഭിചാരികളും ജീവിക്കുന്ന സ്ഥലമാണെന്നാണ്. അതുകൊണ്ട് കേരളത്തിൽ സ്ഥലത്തിന് വില 1 സെൻറ്റിന് 1 കോടി രൂപ വരെ ഉയർന്നപ്പോഴും കോളനിക്കകത്ത സ്ഥലത്തിന് 10,000 രൂപ കൂടുന്നില്ല. മാർക്കറ്റ് പോലും ചതിക്കുന്നൊരു സമൂഹമാണ് ഇവർ. നിങ്ങളത് മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് വെറുതെ ജാതിയല്ല, ഇത് കാസ്റ്റ് ഹൈറാർക്കിയാണ്. അതുകൊണ്ട് ഓളിഗാർക്കിയാണ് ഇവിടെ നിൽക്കുന്നത്. ആ ഇപ്പോൾ കേരളത്തിലെ മന്ത്രിസഭയിൽ 10 നായന്മാരുണ്ടെന്നേ. അവർക്ക് എന്നാ ജനസംഖ്യയുണ്ട്? 50% നായന്മാരാണോ കേരളത്തിൽ? ഇതെന്താണെന്നേ? ഫ്രം വെയർ അവരുടെ റൈറ്റ് ഉണ്ടാവുന്നത്? ദാറ്റ് ഈസ് വാട്ട് ഈസ് കാസ്റ്റ്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. ഇത് ഞാൻ പറയാം, എനിക്ക് നായന്മാരുടെ ഒരു വിരോധമില്ല കേട്ടോ. അവരൊക്കെ സാധാരണക്കാരാണെന്ന് എനിക്ക് നല്ല ബോധമുള്ളൂ. പക്ഷേ അവർക്ക് കിട്ടുന്ന അധിക അംഗീകാരത്തിന് പിന്നിൽ ജാതിയാണെന്ന് അവരും കൂടി മനസ്സിലാക്കണം. അല്ലാണ്ട് ഞങ്ങളെല്ലാം മാന്യന്മാരാന്ന് വെറുതെ പറയരുത്. അങ്ങനെ പറയരുത്, അത് ശരിയായൊരു കാര്യമല്ല. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. പി ചാക്കോ എന്ന് പറയുന്ന ഒരു ദളിത് ക്രിസ്ത്യാനി തിരുവല്ലയിൽ നിന്ന് 1962 തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നുണ്ട്. വലിയ അത്ഭുതമാണ്. ഒരു ദളിത് ക്രിസ്ത്യാനിയാണ്. എങ്ങനെയാണ് ജയിച്ചെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആ കഥ നിങ്ങൾ അറിയണം. ജാതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അയാൾക്കെതിരെ നിന്ന് അലക്സാണ്ടറാണ് എതിർ സ്ഥാനാർത്ഥി. ഈ അലക്സാണ്ടറോട് തിരുവല്ലയിലുള്ള പ്രാമാണികരായിട്ടുള്ള ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക് വലിയ വിരോധമുണ്ട്. എന്നാൽ അവനെ ഒരവശ ക്രിസ്ത്യാനി നിർത്തി തോപ്പിക്കാൻ അവരങ്ങ് തീരുമാനിക്കുക. അങ്ങനെയാണ് പി ചാക്കോ ജയിക്കുന്നത്. അത്രമേൽ വികൃതമായ രാഷ്ട്രീയ ഭാവനയുള്ള സമൂഹമാണ് നമ്മൾ. അല്ലാതെ പി ചാക്കോയുടെ ഇഷ്ടമുള്ളതുകൊണ്ടല്ല ജയിപ്പിച്ചത്, മറ്റവനെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി പറയട്ടെ. ഫൈസാബാദിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ അയോധ്യ ക്ഷേത്രമുള്ളിടത്ത് ദളിത് സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്, ഇന്ത്യ മുന്നണിയുടെ. അത് ജനറൽ മണ്ഡലമാണ്, റിസർവ് മണ്ഡലമല്ല. അതൊരു സൂചനയാണ്. നമ്മളെല്ലാവരും ശ്രമിച്ചാൽ ഇതൊക്കെ നടക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ നമ്മൾ ശ്രമിക്കില്ല, ഇതാ കാര്യം. അതുകൊണ്ട് കേരളക്കാതി ഭയങ്കര കള്ളത്തരവും കൗശലമുള്ള സ്ഥലമാണ്. നമ്മളത് പൊളിച്ചെഴുതണം. നമ്മൾ ഏത് രാഷ്ട്രീയത്തിൽ നിന്നോട്ടെ ഈ കാസ്റ്റ് ഓളിഗാർക്കിയെ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളൊരു അഭിപ്രായം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വരണം. എല്ലാവർക്കും പങ്കാളിത്തമുള്ളൊരു ഗവൺമെൻറ് ഉണ്ടാവണം, ഒരു സോഷ്യൽ ഡെമോക്രസി ഉണ്ടാവണം എന്ന് നമ്മൾ പറയണം. അപ്പോൾ മാത്രമേ നമുക്കിതിനെ ഈ ഈ എപ്പോഴും നമ്മൾ ഇവരെയൊക്കെ കുറ്റപ്പെടുത്തിയിരിക്കാനേ പറ്റുള്ളൂ. ഈ ബാരിയേഴ്സിനെ മറികടന്നൊരു ഡെമോക്രാറ്റിക് സമൂഹമായി നമുക്ക് മാറാൻ കഴിയണമെങ്കിൽ കാസ്റ്റിനെ ഗൗരവമായി എടുത്ത് ചർച്ച ചെയ്ത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളെ മറികടന്ന് പോകാൻ പറ്റുന്ന തരത്തിലൊരു പൗരസമൂഹമായൊരു വളർച്ച മലയാളിക്ക് ഉണ്ടാവണമെന്ന് മാത്രമാണ് കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. നമുക്ക് ചില ചോദ്യങ്ങൾ ഓഡിയൻസിൽ നിന്ന് എടുക്കാം, സദസ്സിൽ നിന്ന്. ഈ തുല്യരല്ലാത്ത മനുഷ്യരെ തുല്യരായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഭരണകൂടങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ഡിസ്ക്രിമിനേഷനാണ്. എന്തുകൊണ്ടാണ് ഈ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്തുകൊണ്ടാണ് ഇത്രയേറെ വെല്ലുവിളികൾ നേരിടുന്നത്? പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ ഈ റിസർവേഷനൊക്കെ ആ ഒരു ഗണത്തിലാണ് പെടുന്നത്, വെൽഫെയർ സ്കീമുകളൊക്കെ. എന്തുകൊണ്ടാണ് രാജ്യത്ത് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ഇത്രയേറെ വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്? സനി സാറോടാണ് ക്വസ്റ്റ്യൻ. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമുക്കിവിടെയുള്ളത് അസമത്വമല്ല, കേവലമായ അസമത്വമല്ല, ഗ്രേഡഡ് ഇനിക്വാളിറ്റിയാണ്. ഈ ഗ്രേഡഡ് ഇനിക്വാളിറ്റി നമ്മുടെ സെൽഫിനെ രൂപപ്പെടുത്തുന്നത് സവിശേഷമായ രൂപത്തിലാണ്, ലോകത്തിന് അപരിചിതമായ രൂപത്തിലാണ്. അപ്പം അതുകൊണ്ട് അവൻ അതിന് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഈ ജന്മത്തിൽ നമ്മൾ ദളിതനായി ജനിച്ചെങ്കിൽ അവൻ മുൻജന്മ പാപം കൊണ്ടാണെന്നും അവൻ മര്യാദക്കൊക്കെ ഇരിക്കുവാണ് അവന് ഭാവിയിൽ ബ്രാഹ്മണനാകാമെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹം നമ്മുടേത്. അതുകൊണ്ടാണ് സുരേഷ് ഗോപി പറയുന്നത് എനിക്ക് അടുത്ത പ്രാവശ്യം ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞു. വെറുതെ പറയുന്നതല്ല, ആ വിശ്വാസമുള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആചാരപരമായി അസമത്വം ശരിയാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹം നമ്മുടേത്. അസമത്വം ഉണ്ട് എന്നുള്ളതല്ല, അസമത്വം ശരിയാണെന്ന് വിചാരിക്കുന്നൊരു സമൂഹമാണ് നമ്മുടേത്. ഗാന്ധിയും വൈക്കം ക്ഷേത്രത്തിന് ഉടമകളും തമ്മിലുള്ള സംഭാഷണത്തിൽ ഗാന്ധി പറയുന്നുണ്ട്, പിന്നോക്കക്കാരും ദളിതരും ഒക്കെ ആ വഴി കൂടി നടന്നോട്ടെ, നിങ്ങൾ അനുവദിക്കണം.
എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്ര ഉടമ തിരിച്ചു ചോദിക്കുന്നു, ഗാന്ധി നിങ്ങളൊരു ഹിന്ദുവാണോ എന്നാണ് ചോദിക്കുന്നത്. അതെ, ഞാനൊരു സനാതന ഹിന്ദുവാണെന്ന് പറയുമ്പോൾ ആ ക്ഷേത്ര ഉടമ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ഹിന്ദു എന്ന നിലയിൽ അയിത്തജാതിക്കാരോട് അയിത്തം പാലിക്കാൻ ഞാൻ ധാർമ്മികമായി ബാധ്യസ്ഥനാണെന്നാണ് പറയുന്നത്. ഈ ധർമ്മബോധമാണ് ഈ റിസർവേഷനെതിരെ ഈ കൊലവിളി ഉയർത്തുന്നതിൻ്റെ പിന്നിലുള്ള യുക്തി എന്ന് നമ്മളങ്ങ് മനസ്സിലാക്കുക. എന്നാൽ എന്നെപ്പോലുള്ള മനുഷ്യർ അവർ നടന്നുകൊണ്ടെന്നല്ല മാന്യം പറയുന്നത്. എന്നിട്ട് പുള്ളി ഇപ്പോഴും മാന്യമായിട്ട് കേരളത്തിൽ ജീവിക്കുക. ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ. അത്ര എനിക്ക് ആ കാര്യത്തിൽ പറയാം. അതുകൊണ്ട് ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി ആണ് യഥാർത്ഥത്തിൽ പോസിറ്റീവ് അസേർഷനെ ഒരു കുറ്റകൃത്യമായിട്ട് കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സർ, എൻ്റെ പേര് ഋതുനാഥ് എന്നാണ്. ഞാൻ മാതൃഭൂമി വീഡിയോ സ്കൂളിൻ്റെ സ്റ്റുഡൻ്റാണ്. ഞാനൊരു ഡോക്യുമെൻ്ററി ചെയ്തായിരുന്നു. തെയ്യവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. കണ്ണൂരിൽ ഉള്ള തെയ്യങ്ങളെക്കുറിച്ചുള്ളതല്ല, ഒരു വേടൻ എന്ന് പറഞ്ഞൊരു തെയ്യത്തിനെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ആയിരുന്നു ചെയ്തത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളത് പ്രദർശിപ്പിച്ചപ്പോൾ ഒരാൾ ഞങ്ങളതിൻ്റെ കലാമൂല്യത്തിനെക്കുറിച്ചായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞു ഇതൊരു SC/ST വിഭാഗത്തിൻ്റെ ഒരു ഇതാണെന്ന്. അപ്പോൾ ഞങ്ങളങ്ങനെ ആ ഒരു രീതിയിലായിരുന്നില്ല ഞങ്ങളത് പ്രദർശിപ്പിച്ചിരുന്നത്, അതിൻ്റെ കലാമൂല്യത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ജാതി എന്നുള്ളത് അവിടെ നിൽക്കും. അത് വേറൊരു ജാതി രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് ഈ കലാമൂല്യങ്ങൾ, അവരുടെ ഇപ്പം തെയ്യം പോലുള്ള കലാരൂപങ്ങൾ, ആ കലാരൂപങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുന്ന വിധത്തിൽ എത്ര കണ്ട് ജാതി രാഷ്ട്രീയ സംഘടനകളൊക്കെ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകൾ അത്തരത്തിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സാറിനൊന്ന് പറയാമോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ തെയ്യം വടക്കേ മലബാറിലെ പ്രധാനപ്പെട്ട ഒരു ജനകീയ ഉത്സവം എന്ന നിലക്കാണ് അതവിടെ രൂപപ്പെട്ടു വന്നത്, നിലനിന്നത്. ഇന്നതൊക്കെ വേറെ ചില വ്യാഖ്യാനങ്ങൾ കൊടുത്ത് അത് കണ്ടെയ്ൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പലതും ഈ ഹിന്ദുത്വ ഫോൾഡിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒരു ആർട്ട് വർക്ക് എന്ന നിലയിൽ വളരെ വലിയ സാധ്യതയുള്ളൊരു സംഭവമാണ്. അത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വലിയ കേരളത്തിൻ്റെ തന്നെ ഒരു മുഖമുദ്രയാക്കി മാറ്റാൻ കഴിയുന്ന വിധം വർണ്ണാഭവും ജനകീയ പങ്കാളിത്തവും ജനങ്ങളുടെ ഇച്ഛയുമുള്ള ഒരു വലിയ കലാരൂപമാണ്. ഒരു ഗ്രാമം പല ഗ്രാമങ്ങൾ ഒരുമിച്ച് ഇറങ്ങി വരുന്നൊരു സംഭവമാണ്. അത്രമേൽ ജനസംവേദന ശേഷിയുള്ള ഈ സംഭവം മലയാളിയുടെ കലയായിട്ട് മാറിയില്ല. അതിൻ്റെ കാരണം ആ ജാതിയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാ കാര്യം. കേരളത്തിൽ ഈ കഥകളി ആരാ കണ്ടിട്ടുള്ളത്? നേരത്തെ ചന്ദമേനോൻ്റെ ഇന്ദുലേഖയിലെ സൂര്യനമ്പൂരിപ്പാട് കണ്ടിട്ടുണ്ടാവും. നമ്മളാരും കണ്ടിട്ടില്ല ഇതൊന്നും. പക്ഷേ ഇപ്പം നമ്മളത് ചോദിച്ചുകൊണ്ട് നടക്കുക. 1936 കലാമണ്ഡലം നമ്മൾ മനസ്സിലാക്കണം. സ്റ്റേറ്റ് കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഈ കഥകളിയും മോഹിനിയാട്ടവും അത്തരം അംഗങ്ങൾ കേരളത്തിൻ്റെതാക്കി മാറ്റിയത്. അല്ല വെറുതെ അങ്ങ് കയറി വന്നൊന്നുമല്ല. ശുദ്ധ നുണ. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രൊമോട്ട് ചെയ്യപ്പെട്ടില്ല. കാരണം എന്നേ ഉള്ളൂ, അത് കീഴ്ജാതി സമൂഹങ്ങളാണെന്നുള്ളത്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. അപ്പം നമ്മൾ പറയേണ്ടത് അതിനെ എന്നിട്ട് ഫോക്ക് ലോറിൽ ഉൾപ്പെടുത്തിയിരിക്കുക, നാടൻ കലയായിട്ട്. ബാക്കിയൊക്കെ ക്ലാസിക്കൽ കലയും. അത് വരുമ്പോഴൊക്കെ ഇപ്പോഴും കൊണ്ട് നടക്കുന്ന മുരടിച്ച മലയാളി മനസ്സുണ്ടാവും. ഇപ്പോൾ ലോകത്ത് ക്ലാസിക്കൽ എന്നും നാടോടി എന്നും പറഞ്ഞ വിഭജനമൊന്നുമില്ല. അതിനെയൊക്കെ മറികടന്ന് ലോകം മുന്നോട്ട് പോയിട്ടുണ്ട്. മലയാളിക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും പോകാൻ. കാരണം ഈ കഥകളിയുടെ തലയാവും വിടത്തില്ല. കഥകളിയുടെ തല ആര് കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്? അമ്പലത്തിനകത്ത് കയറാൻ പറ്റുന്ന എല്ലാവരും എന്തായാലും കഥകളി കണ്ടിട്ടില്ല. അതിനകത്ത് കഥകളിയോട് താല്പര്യമുള്ള. അപ്പോൾ അത് ഇതിനകത്ത് പറയുന്നുണ്ട്. ചന്ദുമേനോൻ്റെ ഇന്ദുലേഖ ലെനിൻ രാജേന്ദ്രൻ പണ്ട് നാടകമാക്കിയപ്പോൾ ഇന്ദുലേഖയോട് ചെന്ന് ചോദിക്കുന്നൊരു കാര്യം സൂര്യനമ്പൂരിപ്പാട് ഇന്ദുലേഖയ്ക്ക് ഭ്രാന്തുണ്ടോ? എന്ത്? അല്ല കളിഭ്രാന്തുണ്ടോ? അല്ല കഥകളി ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ സവർണ മാടമ്പികൾ സ്ത്രീകളെ വശീകരിക്കുവാനും അവരെ വലിയ ലൈംഗിക കോളനികളാക്കാനും വേണ്ടി ഉണ്ടാക്കിയ കലാരൂപങ്ങളെ ആണ് പലതും പിന്നീട് ഈ പറഞ്ഞ കേരളീയ ക്ലാസിക്കൽ സംഭവമായിട്ട് മാറി. കേരളത്തിൽ മോഹിനിയാട്ടം കളിച്ചൊരു പുരുഷനെതിരെ ഒരു സ്ത്രീ അതിഭീകരമായി ഉറഞ്ഞാടി. ഞാൻ പറഞ്ഞത് തെറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം അവർ മനസ്സിലാക്കിയിട്ടുള്ളത് കേരളത്തിലെ സവർണ ജാതി സ്ത്രീകൾ, വെളുത്ത നിറമുള്ള സവർണ ജാതി സ്ത്രീകളുടെ കുലത്തൊഴിലാണെന്നാണ് അവർ വിചാരിച്ചിട്ടുള്ളത്. അത് അവർണനായൊരു പുരുഷൻ ചെയ്യുന്നു മോശമാണേ അവർ പറയുന്നുള്ളൂ. ഇത് നമ്മളങ്ങ് മനസ്സിലാക്കിയാൽ മതി.
അപ്പോൾ ഇതിൻ്റെ ഈ ആർട്ട് വർക്ക് മുന്നോട്ട് പോകാത്തത് ആ ജാതിയുടെയോ ആ പെർഫോമേഴ്സിൻ്റെയോ പ്രശ്നമാണ്. നമ്മൾ ചുരുക്കി കാണരുത്. സ്റ്റേറ്റ് ഒരു തരത്തിലും അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല എന്നൊരു കാര്യം. ബാക്കിയൊക്കെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. 36 മുതൽ കേരളത്തിലെ കലാമണ്ഡലം ആരംഭിച്ചതിന് ശേഷം കോടിക്കണക്കിന് രൂപയാണ് ഈ നാൾ വരെ മുടക്കിയിരിക്കുന്നത്. അതെന്തിനാ? അവിടെ ഏതൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്? നോക്കണ്ടേ അത്? അപ്പോൾ അത് നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രോത്സാഹനം നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടാണ് ഈ നാടൻ കലകളെന്ന് പറയുന്ന പല കലാരൂപങ്ങളും കേരളത്തിൽ അന്യമാവുകയും കേരളീയൻ്റെതാണെന്ന് നമുക്ക് തോന്നുന്നില്ലോ. തെയ്യം നമ്മുടെയാണെന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ പത്രം മുഴുവനും കഥകളിയുടെ തലയും, ടി വി മുഴുവനും കഥകളിയുടെ തലയും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതെന്തോ വലിയ സംഭവമാണെന്നാണ്. അപ്പോൾ മനുഷ്യർ മുഴുവൻ കഥകളിക്കാരായി മാറുക. ഇപ്പോൾ MDയുടെ നോവലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന പോലെയാണ്. നാലുകെട്ടി ജനിക്കാതെ പോയത് വലിയൊരു പ്രശ്നമായിട്ടൊക്കെ ആദ്യഘട്ടത്തിൽ നാലുകെട്ടൊക്കെ വായിക്കുമ്പോൾ ഏത് വായനക്കാരനും തോന്നിപ്പോവും. നാലുകെട്ട് അത്രമേൽ പവിത്രമായൊരു സംഗതിയായിട്ട്. പിന്നീട് ആ നാലുകെട്ട് പൊടിച്ച് കളയുന്നു. വെളിച്ചം കയറുന്ന വീട് വെക്കുമ്പോഴും ഒക്കെ നാലുകെട്ടെന്ന് പറയുന്നത് വലിയൊരു അനുഭവ മണ്ഡലമായിട്ടാണ് അതിനകത്ത് ആവിഷ്കരിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ കഥകളി നമ്മുടെ ദേശീയ കലാരൂപമായി മാറുന്നു, മോഹിനിയാട്ടം ആകുന്നു. എന്നാൽ ഇവിടെയുള്ള കീഴാള സമൂഹങ്ങളിലുള്ള വ്യാപകമായിട്ടുള്ള ആർട്ട് വർക്കുകളൊന്നും തന്നെ സ്വീകരിക്കപ്പെട്ടില്ല എന്നതാണ് എൻ്റെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. MM സോമശേഖരൻ എന്തെങ്കിലും ഒരു കൺക്ലൂഡിങ് റിമാർക്സ് പറയാനുണ്ടെങ്കിൽ? ഇതിൽ കൺക്ലൂഡിങ് റിമാർക്സ് ഒന്നുമല്ല, ഇപ്പോൾ ഈ ചോദിച്ചതായിട്ട് ബന്ധപ്പെട്ട ഒരു രസമുള്ള കാര്യം ഞാൻ പറയാം. ഇവിടുത്തെ ആളുകൾക്കാർക്ക് മോഹിനിയാട്ടത്തെക്കുറിച്ച് പറഞ്ഞ് വിവരമില്ലായ്മേൻ്റെ 8 കളി എന്ന് പറയുന്ന സംഭവം. അത് ഈ ഉണ്ണിയച്ചി ചേരുത്, മുണ്ണിയാടി ചേരുത്, മുണ്ണിച്ചെരുദേവി ചേരുത് എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടാണ്. മണിപ്രവാള സാഹിത്യം ഈ അച്ചികളാണ് ഇവിടുത്തെ നൃത്തക്കാരായിരുന്നത്. ഈ അച്ചികൾ അന്നത്തെ സൗന്ദര്യ സങ്കല്പം എന്താണെന്നറിയോ? ഉണ്ണി നീലിയെ ബാലയന്ത്ര നീലം എന്നാണ് വിശേഷിപ്പിക്കുക. ബാലയന്ത്രം എന്നല്ല കറുപ്പാണ്. ഉണ്ണിയാടിയെ ഇരുളിനോടാണ് ഉപമിക്കുക. അതായത് ഒരു 15-ാം നൂറ്റാണ്ട് വരെ നമ്മളെ നാടൻ പാട്ടിലൊക്കെ എള്ളിനോട് ഉപമിക്കുക ചെയ്യുക. ഈ ചന്തുവിൻ്റെ ഈ NDയുടെ നോവലിനെ പോലെ നല്ല വെളുത്തു കൊടുത്തതല്ല ചന്തുവിൻ്റെ കാമുകിമാരൊക്കെ, നല്ല എള്ളിനോട് ഉപയോഗിക്കുന്നതാണ്. അതൊക്കെ ഒരു 16-ാം നൂറ്റാണ്ട് സായിപ്പ് വന്നതിന് ശേഷം വേണേക്കുറിച്ച് മോശം പറയാം. അല്പം ജനിതക സങ്കരത്തിൻ്റെ മുകളിലാണ് ഈ വെളുപ്പ് നമുക്ക് ഇത്ര പ്രധാനമായിട്ട് മാറുന്നത്. അല്ലാതെ കേരളത്തിൽ 15-ാം നൂറ്റാണ്ട് മുമ്പ് സൗന്ദര്യ സങ്കല്പമായിരുന്നത് കറുപ്പാണ്, വെളുപ്പല്ല. ഈ ചാക്യാർ വരെ, നമ്പൂരിയുടെ ചാക്യാർ വരെ പറയുക വല്ലാതെ കറുത്തവരെയും വല്ലാതെ വെളുത്തവരെയും പ്രാപിക്കരുതെന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ വെളുപ്പല്ല കേരളത്തിൽ ഒരു 16-ാം നൂറ്റാണ്ട് വരെ സൗന്ദര്യ സങ്കല്പമായിരുന്നു. അത് പുതിയതായിട്ട് വിവരക്കേട് ഉണ്ടായി വരുന്ന കുറേ കാര്യങ്ങളൊന്നും അതൊക്കെ. പിന്നെ തെയ്യം എന്ന് പറഞ്ഞാൽ തെയ്യം നിങ്ങളല്ലാതെ തന്നെ തെയ്യത്തിൽ നിങ്ങൾ ഇതാക്കൊന്നും വേണ്ട. തെയ്യത്തിലെ മുഴുവൻ ജാതിയാണ്. ഞാനിപ്പം എത്രയോ കേരളത്തിൽ മുഴുവൻ പ്രസംഗിച്ച് നടത്തുന്നുണ്ട്. എൻ്റെ പടച്ചോൻ കുട്ടിച്ചാത്തനാണ്. കുട്ടിച്ചാത്തൻ പറഞ്ഞാൽ ആരാന്നറിയോ? നല്ല കാളയിറച്ചി, കാളയുടെ ചോര കുടിക്കുന്ന ആളാണ്. നല്ല നാടൻ ചാരായവും കാളയിറച്ചിയാണ് കുട്ടിച്ചാത്തൻ്റെ കലശം എന്താ ഇത്. അപ്പോൾ ഈ തെയ്യങ്ങളൊക്കെ നാടോടി തെയ്യങ്ങൾ ഇതൊക്കെ തന്നെ ജാതികളുടെ തെയ്യങ്ങളാണ്. ഭൂരിപക്ഷം തെയ്യങ്ങളും തെയ്യം കഥാപാത്രങ്ങളും ശിവനും വിഷ്ണു ഒന്നുമല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അതിലെ കഥാപാത്രങ്ങൾ ഭൂരിപക്ഷവും ഈ നാട്ടിലെ മനുഷ്യരാണ്. ജാതീയമായ അടിച്ചമർത്തലും സ്ത്രീ അടിച്ചമർത്തലൊക്കെ അനുഭവിച്ച മനുഷ്യരാണ്. ആ തോറ്റങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കുട്ടികളല്ലേ, നിങ്ങൾക്ക് സുഖമായിട്ട് വായിക്കാം. തോറ്റമൊക്കെ ഇപ്പം ചെയ്യുന്നുണ്ട്. തോറ്റം വായിച്ചാൽ അറിയാം. നിങ്ങൾ ഈ ചാമുണ്ടിത്തി എന്നൊക്കെ പറയില്ലേ, ഭദ്രകാളി എന്നൊക്കെ എല്ലാവരും പറയാം. ആ ചാമുണ്ടിനെ ഭദ്രകാളി എന്നൊക്കെ പറയുക. ചാമുണ്ടിത്തി എന്ന് പറഞ്ഞാൽ നല്ല പാലന്തായി കണ്ണനും ഒരു പിന്നെ നായരും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇതിൽ. ഈ പാലന്തായി കണ്ണെന്ന് പറഞ്ഞാൽ തീയനാണ്. അതിൽ ചാമുണ്ടിയായി മാറുന്ന തീയനാണ്. അല്ലാതെ ഈ കുറുവാടൻ കുറുപ്പ് എന്ന് പറഞ്ഞാൽ ഹിരണ്യകശിവാണ്, ശത്രുവാണ്, ഭീകരനാണ്. അപ്പോൾ അതാണ് എൻ്റെ നാട്ടിലെ ഈ നായ്മാരോട് തമാശ ചോദിക്കുന്നത്, നിങ്ങളെന്തിനാ ഈ തമാശ കളിയാക്കാൻ കേട്ടോ, ഈ തീയന്മാരെ പൂജിക്കുന്ന ഈ ചാമുണ്ടി കെട്ടിയാടിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ നമ്മൾ ഇന്ന് കാണുന്നതല്ല കേരളത്തിൻ്റെ ഇന്ത്യയുടെയൊക്കെ ഭൂതകാല ചരിത്രമൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ടത്. അതൊക്കെ നിങ്ങൾക്ക് ചെറുപ്പക്കാരാണ്, നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തെയ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, തെയ്യം ജാതീയമായ അടിച്ചമർത്തലിനെതിരായിട്ടുള്ള പ്രതിഷേധം കൂടിയാണ്. ഭൂരിപക്ഷം തെയ്യങ്ങൾ, എല്ലാ തെയ്യം ഞാൻ പറയില്ല, ഭൂരിപക്ഷം തെയ്യങ്ങൾ അങ്ങനെയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ വെളുപ്പ് ഒരു സൗന്ദര്യ സങ്കല്പമായിരുന്നില്ല. അത് 16-ാം നൂറ്റാണ്ടോടു കൂടിയാണ് കേരളത്തിൽ വെളുപ്പൊക്കെ സൗന്ദര്യ സങ്കല്പമായി മാറുന്നത്. അതൊക്കെ അറിവില്ലായ്മയുടെ മുകളിൽ നിന്ന് വരുന്ന കാര്യമായിട്ട് പുച്ഛിക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ, വേറൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ജാതി നമ്മുടെ ഏറ്റവും വലിയ ബൃഹത് യാഥാർത്ഥ്യമാണ് ഇന്നിപ്പോൾ. അതിനെതിരായിട്ടുള്ള സമരം എന്ന് പറഞ്ഞാൽ എന്തല്ല, ഈ ഒരു മനോഭാവത്തിൽ മാറ്റം വരുന്നില്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം കൂടി പറഞ്ഞാൽ നിർത്താം. ഇപ്പോൾ ഞാൻ സാങ്കേതികമായിട്ട് പറഞ്ഞാൽ ഞാനൊരു സവർണ കുടുംബത്തിൽ ജനിച്ച ആളാണ്. എൻ്റെ കുടുംബത്തിന് സവർണതയൊന്നുമില്ല, എൻ്റെ കുടുംബം മുഴുവൻ പല ജാതിക്കാരാണ്, പോട്ടെ. അപ്പോൾ ഞാൻ ജനിച്ച സവർണ കുടുംബത്തിലാണ്. അപ്പോൾ തമാശക്ക് എൻ്റെ കുടുംബക്കാരൊക്കെ എന്നോട് ചോദിക്കും, എന്തുകൊണ്ടാണ് സോമേട്ട ഈ ജാതി സവർണ, ഇത് അവർക്ക് ശരിയാണ്, അവർക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ള ഖേദത്തിന് അവർ ചോദിക്കുന്നത്.
പക്ഷേ വേറെ രസമാണ്, ഞാൻ മോനോട് ചോദിക്കും, മോനൊരു കാര്യം ചെയ്തൂടെ, ഒരു ദളിത് പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൂടെ? കല്യാണം കഴിച്ചാൽ ഇപ്പോൾ അതിന് പോലും തടസ്സമുണ്ടോ? കോടതി വിധി കൊണ്ട് തടസ്സമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടില്ല, എന്താ ചെയ്യാത്തതെന്ന്? അതിനവർ പറ്റൂല. അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്നതിലെ ധാർമ്മികതയിൽ അടിസ്ഥാനമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അതാണ്. ജാതിക്ക് അവർ വേറെ ജാതിക്കാരെ വിവാഹം കഴിക്കണം, എന്തുകൊണ്ട് കഴിക്കാത്തത്? അതിനവർ പറ്റൂല. അവർക്ക് അവരുടെ ആദ്യത്തെ നിലനിർത്തുകയും വേണം, ജോലിയും കിട്ടണം എന്നുള്ളതാണ് ഈ സവർണ കുടുംബത്തിലെ പ്രശ്നം. അപ്പം അതുകൊണ്ട് ഈ പറയുന്നതൊന്നും ഈ രീതിയിൽപ്പെട്ടൊന്നല്ല. അതിന് വളരെ വ്യത്യസ്തമായ രീതിയിൽ കാണേണ്ട, ചിന്തിക്കേണ്ട ഘടകങ്ങളുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നമ്മൾ ഈ ചർച്ചയോട് അവസാനിപ്പിക്കുകയാണ്. ഇതിൽ പാനലിസ്റ്റിലായി പങ്കെടുത്ത ശ്രീ എം സോമശേഖരൻ, ശ്രീ സണ്ണി കപ്പിക്കാട്, അതുപോലെ എല്ലാ ഓഡിയൻസും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും.